തൻ്റെ ഭാര്യയ്ക്ക് ഒരു വീട് വാങ്ങിക്കാൻ ശ്രമിക്കുന്നതിനിടെ ഒരു വണ്ടിയിടിച്ച് ഫ്രാങ്ക് മരിക്കുന്നു. ഇയാൾ ഒരു പല്ലു ഡോക്ടറാണ്. ആരോടും യാതൊരു തരത്തിലുള്ള മനുഷ്യത്വവുമില്ലാത്തയാൾ. അതിനിടെ ഒരു ഓപ്പറേഷനിൽ അയാൾക്ക് 7 മിനിറ്റ് നേരത്തേക്ക് ജീവൻ നഷ്ടപ്പെടുന്നു. എന്നിട്ടും അയാൾക്ക് ജീവിതത്തിലേക്ക് തിരികെ വരാൻ സാധിക്കുന്നു. പക്ഷേ അതിനുശേഷം മരിച്ചിട്ടും ഗതി കിട്ടാത്ത ആത്മാക്കളെ കാണാനുള്ള കഴിവ് അയാൾക്ക് ലഭിക്കുന്നു. അവരെല്ലാവരും പലതരം നിറവേറ്റാത്ത ആഗ്രഹങ്ങൾ നിറവേറ്റാൻ അയാൾക്ക് പിറകെ കൂടുന്നു. ഒടുവിൽ ആദ്യം മരിച്ച ഫ്രാങ്ക് തൻ്റെ ഒരു കാര്യത്തിനായി തന്നെ സഹായിച്ചാൽ മറ്റു പ്രേതങ്ങളെ തൽക്കാലത്തേക്ക് താൻ പറഞ്ഞു മനസ്സിലാക്കാം എന്ന് പറയുന്നു. അങ്ങനെ ഫ്രാങ്കും പല്ലു ഡോക്ടറും ഫ്രാങ്കിന്റെ വിധവയെ കാണാൻ വേണ്ടി പോകുന്നു. അവൾക്കപ്പോൾ റിച്ചാർഡ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുമായി സൗഹൃദമുണ്ടായിരുന്നു. അത് വെറും സൗഹൃദമായിരുന്നു എന്ന് ഫ്രാങ്ക് ദന്തിസ്റ്റ് വഴി മനസ്സിലാക്കുന്നു. പിന്നെയും അവൻ്റെ ഭാര്യ തൻ്റെ ആത്മാവിനെ എന്തിനാണ് ഇവിടെ പിടിച്ചു വച്ചിരിക്കുന്നത് എന്ന് ഫ്രാങ്കിന് മനസ്സിലാകുന്നില്ല. ഇതിനിടെ ദന്തിസ്റ്റിന് അവളോട് പ്രണയം തോന്നുന്നു. അവളുടെ മരിച്ചുപോയ ഭർത്താവിൻ്റെ ആത്മാവിനെ കാണാൻ തനിക്ക് പറ്റും എന്ന സത്യം ദന്തിസ്റ്റ് അവളോട് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഫ്രാങ്ക് ഇടയ്ക്കിടെ കാണുന്ന ഒരു ദുസ്വപ്നം ഉണ്ട്, അതെന്താണെന്ന് അവൾ അയാളോട് ചോദിക്കുന്നു. ആ ചോദ്യത്തിന്റെ ഉത്തരം ഫ്രാങ്ക് തെറ്റിച്ചുകൊണ്ട് ദന്തിസ്റ്റിനോട് പറഞ്ഞു കൊടുക്കുന്നു. ഉത്തരം ദന്തിസ്റ്റ് അവളോട് പറയുമ്പോൾ ദന്തിസ്റ്റ് തന്നെ ചീറ്റ് ചെയ്യുകയാണ് എന്ന് തോന്നിയ അവൾ അയാളുമായിട്ട് വഴക്കിട്ട് തെറ്റിപ്പിരിയുന്നു. ഒടുവിൽ താൻ ഒരു സ്വാർത്ഥനാണെന്ന് മനസ്സിലാക്കിയ ദന്തിസ്റ്റ് ഗതി കിട്ടാത്ത ആത്മാക്കളെയെല്ലാം അവരുടെ ആഗ്രഹങ്ങൾ നിറവേറ്റുവാൻ വേണ്ടി സഹായിക്കുവാൻ പോകുന്നു. ഒടുവിൽ ഫ്രാങ്കിന്റെ വിധവയുടെ അടുത്തെത്തി തൻ്റെ തെറ്റുകളെല്ലാം തുറന്നു പറഞ്ഞ് ഒരു നല്ല മനുഷ്യനായപ്പോഴേക്കും ദന്തിസ്റ്റിനെ ഒരു വണ്ടിയിടിച്ച് അയാളും മരിക്കുന്നു. പക്ഷേ റിച്ചാർഡ് അവിടെ എത്തി കൃത്യസമയത്ത് അയാൾക്ക് CPR നൽകിയതിനാൽ അയാൾ വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നു. ഇതിനിടയിൽ ദന്തിസ്റ്റ് ഒരു നല്ല മനുഷ്യനായി മാറിയതിനാൽ തൻ്റെ ദുസ്വപ്നത്തിൻ്റെ സത്യം ഫ്രാങ്ക് അയാളോട് വെളിപ്പെടുത്തുന്നു. പിന്നീട് ദന്തിസ്റ്റിന്റെ ക്ലിനിക്കിലെത്തിയ ഫ്രാങ്കിന്റെ വിധവ തന്റെ ഭർത്താവിന്റെ ദുസ്വപ്നം എന്താണെന്ന് അയാളിൽ നിന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെ ദന്തിസ്റ്റ് തന്റെ ഭർത്താവിന്റെ ആത്മാവിനെ യഥാർത്ഥത്തിൽ കണ്ടിരുന്നു എന്നുള്ള സത്യം അവൾ മനസ്സിലാക്കുന്നു. അവൾ ദന്തിസ്റ്റുമായിട്ട് നല്ല ഒരു സൗഹൃദത്തിലെത്തുന്നു. ഒടുവിൽ ഫ്രാങ്കിന്റെ ആത്മാവിന് മോക്ഷം ലഭിക്കുകയും ചെയ്യുന്നു.